JMN പേപ്പർ 2B ബി പ്ലാനിങ്ങിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഗൗരി ശങ്കർ വി 100% കൂടി ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുകയാണ്. ആൻഡ് മാന്നാനം കെ സ്കൂളിലെ +1 +2 പഠനത്തോടൊപ്പമാണ് അദ്ദേഹം ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. സോ ഇന്ന് കെ മാന്നാനം സ്കൂളിൽ വെച്ച് നമ്മുടെ ഗൗരി ശങ്കർ വിക്ക് ഒരു ചെറിയ സ്വീകരണം കൊടുക്കുകയാണ് നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടറായ സെബാസ്റ്റ്യൻ സാറും ഒപ്പം നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ ജെയിംസ് അച്ഛനും ഒപ്പം നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് ഗൗരി ശങ്കറിന് ഒരു ചെറിയ ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ നമ്മുടെ മാതാനം കെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അച്ഛനുണ്ട് നമ്മോടൊപ്പം. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചോദിക്കാം. അച്ഛോ, അപ്പൊ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികള് അല്ലെ? അപ്പൊ അച്ഛനെന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഗൗരി ശങ്കർ ബി പ്ലാനിൽ 1ാം റാങ്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ, ഓൾ ഇന്ത്യയിൽ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നാഷണൽ ലെവലിലെ ഫസ്റ്റ് റാങ്ക് ആണ്. JEE മെയിൻസിന്റെ ഫസ്റ്റ് ഫേസ് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഗൗരി ശങ്കർ ഓൾ ഇന്ത്യ 1ാമനായിരുന്നു. സെക്കൻഡ് ഫേസ് റിസൾട്ട് വന്നപ്പം അത് 1ാമത്തെ റാങ്ക് ആയിട്ട് പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും മാന്നാനം കെ സ്കൂളിന് അതുപോലെ തന്നെ പാലാ ബ്രില്യൻറ്റിന് അഭിമാനമായിട്ടുള്ള ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി ശങ്കർ. അവൻ ആ പഠനത്തിൽ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്ന് ഈ ബി പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു എഫർട്ട് എടുത്ത് JEE കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫർട്ടാണ് നമ്മുടെ ഈ കുട്ടികളെല്ലാവരെയും മുൻപന്തിയിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയിട്ടാണ് അവർക്ക് കിട്ടുന്ന ഉയർച്ചകളും അവർക്ക് കിട്ടുന്ന റാങ്കുകളും. തീർച്ചയായിട്ടും ഇത് തുറന്നുകൊണ്ട് പോകാൻ ജീവിതത്തിൽ മുൻപോട്ടും ഒന്നാം നിലയിൽ തന്നെ നിൽക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഡയറക്ടറുണ്ട്, നമ്മുടെ സെബാസ്റ്റ്യൻ സാറുണ്ട്. സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ഓരോ തവണത്തെ റിസൾട്ട്, ഓരോ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴും ബ്രില്യനിലെ കുട്ടികൾ ഇതാ 1ാം റാങ്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നിമിഷത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. നന്നായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ്റെ കീഴിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായത് വളർത്താൻ പറ്റി. പ്രത്യേകിച്ച് മുല്ലശ്ശേരി അച്ഛൻ അതിനകത്ത് ഏറ്റവും നല്ല എഫർട്ട് എടുത്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മുടെ ഗൗരി ശങ്കറിന്. ഞങ്ങളുടെ എല്ലാം ബ്രില്യൻറ്റിൻ്റെ പേരിലും ഒത്തിരി പേരുടെ എഫർട്ടാണ് ഈ ഒരു ഇതിലേക്ക് ഇവനെ നയിച്ചത്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് ടീച്ചേഴ്സുണ്ട്, നമ്മുടെ കോർഡിനേറ്റേഴ്സുണ്ട്, നമ്മുടെ കെ സ്കൂളിലെ തന്നെ ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽമാർ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടിൻ്റെ ഇതിൽ ഇവനൊരു നല്ലൊരു വിജയം കിട്ടി. JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയത്ത്
ഏറ്റവും നല്ല രീതിയിൽ JEE അഡ്വാൻസിന് നല്ല റാങ്കുകൾ ഇവിടുന്ന് കിട്ടും. ഇവനും പ്രത്യേകിച്ച് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. സോ നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ നമ്മുടെ ജൂനി സാറുണ്ട്. സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഓരോ വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് നമ്മളിങ്ങനെ സന്തോഷിക്കാനുള്ളതാണ് നമ്മുടെ കുട്ടികൾ ഓരോ തവണയും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്നാമത് പറയാനുള്ളത് കുട്ടികളുടെ അധ്വാനം, ഞങ്ങളതിന് കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെടുത്ത എഫേർട്ടാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ ഇവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഗൗരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിലെ എക്സാമിനേഷൻ തന്നെ 100% ഉണ്ടായിരുന്നു. അതുപോലെ മാത്തമാറ്റിക്സിന് ഫുൾ മാർക്കാണ്. മാത്തമാറ്റിക്സിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്തു. JEE മെയിന് ഓൾ ഇന്ത്യ റാങ്ക് 2090, ഒരു നല്ല റാങ്ക്. ഇനി JEE അഡ്വാൻസ് തൊട്ട് മുമ്പിലുണ്ട്. അപ്പോൾ എല്ലാവിധ വിജയങ്ങളും എല്ലാ ആശംസകളും നേരുകയാണ്. അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, കുട്ടികളെടുത്ത എഫേർട്ട് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇനി തുടർന്നുള്ള വിജയങ്ങളും നേരുന്നു. താങ്ക് യു. ഗൗരീശങ്കറിൻ്റെ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ക്ലാസ്സിനെ ഗൗരീശങ്കറിനെയും എൻ്റെ ക്ലാസ്സിനെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗ്യം തന്നെ ഞാൻ പറയുകയാണ്. വളരെ ഒരു എലീറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതിൽ ഗൗരീശങ്കറിന് B പ്ലാനിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അഭിമാനവുമുണ്ട്. ഗൗരീശങ്കറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ യെസ്, അപ്പൊ എല്ലാവരുടെയും സന്തോഷ വാക്കുകളൊക്കെ കേട്ട് റിസൾട്ട് കേട്ടതിന്റെ സന്തോഷത്തിലും ഒക്കെ ആള് ഓവർവെൽംഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇനി ഗൗരീശങ്കറിന് പറയാനുള്ളത്? നമ്മുടെ ഒരു മാന്നാന സ്കൂളിലെ സപ്പോർട്ടാണെങ്കിലും ബ്രില്യൻറ്റിലെ സപ്പോർട്ടാണെങ്കിലും എങ്ങനെയാണ് ഇത്രയും നല്ല ഉയർന്ന ഒരു വിജയത്തിലേക്ക്, അതായത് ഓൾ ഇന്ത്യ റാങ്ക് 1, അതും 100% കൂടിയാണ് ഇപ്പൊ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അല്ലെ? എന്താണ് മോന് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ട് തന്നെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ആണെങ്കിലും സ്കൂളാണെങ്കിലും പിന്നെ ഹോസ്റ്റലാണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തതും എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ടിനെയും ബലമായിട്ട് തന്നെയാണ് എനിക്ക് എക്സാം ഇത്ര നേരം എഴുതാൻ പറ്റിയതും പെർഫോം ചെയ്യാൻ പറ്റിയതൊക്കെ. അപ്പം പിന്നെ ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. അതില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഇതെല്ലാം ഒത്തുവന്ന് നല്ലോണം എഴുതാൻ സാധിച്ചത് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഓക്കെ മോനെ, അപ്പൊ എല്ലാവിധ ആശംസകളും. ഓൾറെഡി എല്ലാവരുടെയും വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ മോൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും JEE അഡ്വാൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവുക. JEE അഡ്വാൻസിന് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മോനെ അനുമോദിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.